പഠനത്തിലും വിദ്യാഭ്യാസത്തിലും വികസനത്തിലും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടെ സ്വന്തം കേരളം. പക്ഷേ ഇതൊക്കെ നേടിയെടുക്കാൻ കേരളത്തിന് അത്രത്തോളം വരുമാനമുണ്ടായിരുന്നു. അതോ അതിനുവേണ്ടി കേരളം കടത്തെ ആശ്രയിക്കുകയാണ്? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ കടത്തെക്കുറിച്ചും ടാക്സ് കൂട്ടുന്നതിനെക്കുറിച്ചും പിന്നെ ഈ കടം ആര് വീട്ടുന്നതിനെക്കുറിച്ചും. 2024-25 ഡേറ്റാസ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആകെ മൊത്തം കടം 4.75 ലക്ഷം കോടിയാണ്. ഇത് കേരളം ബാങ്ക് പരമായും മാർക്കറ്റ് ലോൺ പരമായും KIIFS എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയുമാണ് കേരളം ഇത്രത്തോളം കടം മേടിച്ചിരിക്കുന്നത്. കടം മേടിക്കുന്നത് തെറ്റല്ല, പക്ഷേ വരുമാനത്തെക്കാൾ കൂടുതൽ കടമുള്ളത് ഏറ്റവും വലിയ തെറ്റാണ്. ശരിക്കും കേരളം ഇത്രത്തോളം കടം മേടിക്കാനുള്ള കാര്യം എന്താണ്? നമുക്കതൊന്ന് പരിശോധിക്കാം. മെയിനായിട്ടും ഈ കടം മേടിച്ച് പൈസ പോകുന്നത് പ്രായമായവർക്കുള്ള പെൻഷനിലോട്ടാണ്. പിന്നീട് പണം ചിലവാകുന്നത് ഗവൺമെൻറ് ജോലിക്കാരുടെ ശമ്പളത്തിനും പിന്നിലുള്ള റിട്ടയർമെൻറ്റ് കാലത്തുള്ള പെൻഷനുമാണ്. പിന്നെ സബ്സിഡീസ്, സോഷ്യൽ സ്കീംസ്, പിന്നെ വികസനം. അതേസമയം കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വീക്കാണ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുമാണ്. പിന്നെ ജോലി സാധ്യതയെക്കുറിച്ച് പറയണ്ടല്ലോ, അൺഎംപ്ലോയ്മെൻറ്റ് റൈസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണിത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേരളത്തിന് കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതലും ചിലവാണുള്ളത്. ശരി, കടം മേടിച്ച് ലാസ്റ്റ് ഗവൺമെൻറ്റിന് വീട്ടാൻ പറ്റുന്ന സമയത്ത് 3 വഴിയേ ഗവൺമെൻറ് കയ്യിലുള്ളൂ. 1, ജനങ്ങൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കുറക്കുക. 2, നല്ലൊരു ഇൻഡസ്ട്രി ഫോം ചെയ്യുക. പിന്നെ 3ാമത്തത് ടാക്സ് കൂട്ടുക. ശരിക്കും ഈ 3 വഴികളിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഗവൺമെൻറ് മുന്നിലുള്ളത് ടാക്സ് കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ വർഷം കൂടുമ്പോൾ ടാക്സ് 5-10% രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡ് ടാക്സ്, വെഹിക്കിൾ ടാക്സ്, പിന്നെ ഇപ്പോൾ കോർട്ട് ഫീസ് വരെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ടാക്സ് കൂട്ടുന്നതുകൊണ്ട് എന്താ പ്രശ്നം? നമ്മൾ 2010-2014 കാലം എടുത്ത് നോക്കുമ്പോൾ അക്കാലത്ത് കേരളത്തിൻ്റെ മൊത്തത്തിൽ കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം കോടിയാണ്. അക്കാലത്ത് പെട്രോളിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ 65-70 പെർ ലിറ്ററാണ്. 2024-25 വരുമ്പോൾ കേരളത്തിൻ്റെ മൊത്തം കടം 4.7 ലക്ഷം കോടിയാണ്. പെട്രോളിൻ്റെ വില നോക്കുമ്പോൾ 105-110 പെർ ലിറ്റർ. ശരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ കടം കൂടുമ്പോൾ എങ്ങനെയാണ് പെട്രോളിൻ്റെ വില കൂടുന്നത്? കടം കൂടുമ്പോൾ ഈ കടം വീട്ടാൻ വേണ്ടി ടാക്സ് അവർ ചാർജ് ചെയ്യും. ഇവർ മെയിനായിട്ടും ഡിമാൻഡഡ് ആയിട്ടുള്ള ഗുഡ്സിനും സർവീസിനുമാണ് ഇവർ മെയിനായിട്ട് ടാക്സ് ചെയ്യുന്നത്. കാരണം അവർക്കറിയാം എത്ര വില കൂട്ടിയാലും ജനങ്ങളത് മേടിക്കുന്നത്. അതുകൊണ്ടാണ് പെട്രോളിന് അവർ ടാക്സ് കൂട്ടുന്നത്. ശരിക്കും ഈ കടം ആര് വീട്ടും? ഈ 5 വർഷം ഭരിക്കാൻ വരുന്ന ഇവരുടെ തീരുമാനത്തിലെടുക്കുന്ന ഓരോ കടങ്ങളും വീട്ടേണ്ടത് ജീവിതകാലം മൊത്തം നമ്മൾ പണിയെടുത്തിട്ടാണ്. ശരിക്കും നമ്മൾ പോപ്പുലേഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഓരോ വ്യക്തികളും 1 ലക്ഷം വെച്ച് ടാക്സ് അടച്ചാൽ പോലും ഈ കടം തീരത്തില്ല. അത്രക്കും ഉണ്ട് കേരളത്തിൻ്റെ കടം. പിന്നെ നിങ്ങൾ ആലോചിക്കും, ശരിക്കും കാശുകാരല്ലേ കൂടുതൽ ടാക്സ് അടക്കേണ്ടത്? മെയിനായിട്ടും ഈ കാശുകാരുടെ രീതി നോക്കുമ്പോൾ ഒരു 50-60% ബിസിനസ് ചെയ്യുന്നവരാണ്. ബിസിനസ് ചെയ്യുന്നവരുടെ മേലിൽ കൂടുതൽ ടാക്സ് വെക്കുമ്പോൾ ഇവർ ഈ ടാക്സ് മുതലാക്കാൻ വേണ്ടി ഇവരുടെ ഗുഡ്സിന് ഹൈ പ്രൈസ് കൊടുക്കും. ശരിക്കും ഗുഡ്സ് മേടിക്കുന്നവരാണ് നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരാണ്. അപ്പം നോക്കുകയാണെങ്കിൽ ശരിക്കും ടാക്സ് അടക്കുന്നത് മൊത്തത്തിൽ സാധാരണക്കാരാണ്.